വർക്ക് ഇല്ലെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. ഇന്നലെ നമുക്കൊരു മാമോദിസ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലെൻസും സ്റ്റാൻഡൊക്കെ റെൻ്റ് എടുത്തായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ് കയ്യിലിരിക്കുന്നത്. അപ്പം ആ സാധനം രാവിലെ തന്നെ തിരിച്ചു കൊണ്ടേ കൊടുക്കും. ഞാൻ 8:15 തന്നെ കൊണ്ടേ കൊടുക്കണം പറഞ്ഞു. അപ്പോൾ തന്നെ 8:30 അപ്പം ജോൺസിനെ കൂട്ടി വേണം പോകാനായിട്ട്. ജോൺസ് ഈസ് കമ്മിങ് ബാക്ക്. ജോൺസേ കയറി വരൂ. കയറി വരൂ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറിനകത്ത് കൊണ്ടുപോകുന്ന സാധനമാണ് നമ്മൾ ബൈക്കിൽ കൊണ്ടുപോകുന്നത്. ആദ്യമായിട്ടൊന്നുമല്ല, നമുക്കൊന്നൊരു പുത്തിരിയുള്ള കേസല്ല. കാറൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത്ര പ്രാക്ടിക്കലി പോസിബിൾ ഉള്ള കാര്യങ്ങളല്ല. നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ്. അല്ലടാ, ദരിദ്രം എന്ന് നമ്മൾ അത് പറയുന്നത് ശരിയല്ല. അത് തന്നെ അങ്ങനെ പറ. ഇത് ഗോകുലിന്റെ ബൈക്കാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടിച്ചു പോയോണ്ട് ഞാൻ എടുത്തോണ്ട് വന്ന. കൊള്ളാം കേട്ടോ, കിട്ടില്ല വണ്ടിയാണ്. നീ നിന്റെ അച്ഛനാണ് കണ്ണോട്ടന്മാര്. എന്റെ 1.5 1.25 ഇവന്റെ കണ്ട് നീ 2.75 സർട്ടിഫൈഡ് അതിന്റെ സാധനം കൊള്ളാലോ. കാനോണിന്റെ ആൾക്കാര് R50V എടുത്ത് നമുക്ക് FX3 ഒരു കട്ടൻ അതെങ്ങനെയുണ്ട്? FX3 കട്ടൊക്കെ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ജോയൽ നമ്മുടെ വ്ളോഗിലേക്ക് കുറെ ആൾക്കാരൊക്കെ അന്വേഷിച്ചു. അത്രയ്ക്ക് വലിയ ഹൈറ്റ് വ്യത്യാസം ഒന്നും ഞങ്ങൾ തമ്മിൽ അടിപൊളി 10,000-80,000 സാധനം. അടിപൊളിയായിട്ടുണ്ട്. ജോൺസൺ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വ്ളോഗും കൂടി എടുക്കണം. കണ്ണാടി വെച്ച് മേടിക്കുക വെക്ക എന്നിട്ടല്ലേ ഇതിങ്ങനെ താൽക്കാലിക ചുമ്മാ കൈ കിട്ടിയതാണോ? ഇതൊരു റിവ്യൂ പീസിന് കഴിച്ചാൽ ഇത് കൊള്ളാം. ഇത് നൈസാണല്ലോ, നല്ല ഹാൻഡി ആണല്ലോ. നോക്കട്ടെ. അയ്യോ എടാ അവനേരെ എടുത്ത് കൊള്ളട്ടാ ജോൺസേ. നീ ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോഴും മുഖമൊക്കെ എന്നാ രസമാണ് അല്ലേ? മുഖത്തിന്റെ ആ ഒരു ഇതില്ലേ, മറ്റേ ഇതിപ്പോ ഏതാ ലെൻസ് ഏതാ? പക്ഷെ ആ ഒരു വൈഡ് ഇടുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല. നൈസായിട്ടുണ്ട്. അടുത്ത് ക്രോപ്പ് സെൻസർ ആയതുകൊണ്ടാണ് നമ്മുടെ മുഖത്തിന്റെ ഒരു സിമെട്രി ഇല്ലേ, അത് നല്ല രസമായിട്ടുണ്ട്. നീ പോയി കഴിഞ്ഞ 1-2 വർക്കായിട്ട് അളിയന്റെ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് കൊടുത്തേക്കണത് മാറി പോകുന്നുണ്ട്. ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഇടയ്ക്ക് ഇന്നലെ നിന്നോട് 1-2 ഫോക്കസ് കൊടുക്കുക. സ്റ്റാൻഡ് വെച്ചിട്ട് ട്രൈപ്പോടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ ഫോക്കസ് കൊടുക്കുക. അതിനൊന്നും കാണുന്നില്ല. എന്റെ കണ്ണ് കാണത്തില്ല. ഇത്രയും കണ്ണിന് വിഷയമാണെന്നാണ് എനിക്കറിയാമല്ലോ. എന്റെ ഏത് കണ്ണടയ്ക്കുമ്പോ പ്രശ്നം? കണ്ണടച്ച് നോക്കട്ടെ. എടാ 2 കണ്ണിന് വിഷയം അടച്ച് ഇതെത്രേ? 3 അതടാ 2.5 തെറ്റിപ്പോയി പാവം. 2.5 ചേർന്നാൽ 1 2.5 ഞാൻ ഇങ്ങനെ പിടിച്ചത് കണ്ടില്ല. അപ്പൊ കണ്ണാടി നോക്കാം. കൂടുതൽ ഏറ്റവും ഗതികെട്ടവനാരെന്നറിയോ? ഞാൻ അല്ല, ഇവന് ശരിക്കും തൊഴിലേക്ക് വരാൻ എന്നിട്ട് അരമണിക്കൂറിന്റെ പരിപാടി ആയിക്കോട്ടെ. ഞാൻ സ്കൂട്ടറിന് വന്നോ എനിക്ക് തൊഴിലേക്ക് വരേണ്ട കാര്യം പോലും ഇല്ല. ക്ഷേമന്നില്ലേ? അതാണ് ഈ വെയിലത്ത് ഞാനവിടെ ആ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്റ്റോപ്പിൽ പോയി പഴുത്തിരിക്കുന്നു. വീട്ടിൽ നിറങ്ങുമ്പോൾ വെളുത്തിരുന്നു. ഇത് വാംലേറ്റിന്റെ വെറുതെ 8 മണി 8:30 ആയപ്പോ തൊഴിൽ വന്ന് 9 മണിക്ക് ഇക്കെടുത്തും കയറി 9:30 പണി കാണിച്ചു. ഞാൻ ഇവരോട് മിണ്ടിക്കൊണ്ട് നിൽക്കണല്ലോ. മിണ്ടി എന്റെ ഈ കണ്ണാടി ഞാൻ ഇവിടെ വന്നപ്പോ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി കയ്യിലെടുത്ത് വെച്ചതാ. ഈ കണ്ണെടുത്ത് കണ്ണിലേക്ക് വെച്ചിട്ട് ഞാൻ നൈസായിട്ട് ഈ കണ്ണാടി ഓർമ്മയില് പോക്കറ്റിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ടോ അപ്പൊ ഞാൻ ഇതുകൊണ്ട് പോയാൽ ഓർത്തില്ലായിരുന്നെങ്കിൽ ഇടിയും കിട്ടിയാണ്. ഇതിന്റെ കള്ളാതെ വിളിച്ചത് ഇത് കൊള്ളാട്ടെ. ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്കാം, കണ്ണാടി നോക്കാം. നോക്കട്ടെ. ഞാൻ നന്നാകുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഏത് ദിവസമായിട്ട് കണക്ട് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ഇൻട്രോ ഏത് ദിവസമായിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കിയെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എനിക്ക് കണ്ണാടി മാറാറായി, പയ്യെ മാറണം. അപ്പൊ പുറത്തുള്ള സംഭവങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് ലെൻസിന്റെ പവർ കുറച്ചുകൂടെ എനിക്ക് കുറയ്ക്കണം. നിനക്ക് വേണ്ട? കുഴപ്പമില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം ചെക്ക് ചെയ്ത് നോക്കണോ? അവിടെ ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് കണ്ണാടി വെക്കേണ്ടി വരും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് കണ്ണാടി വെക്കണം. അതിനങ്ങനെ എല്ലാവർക്കും ഒരു കുറച്ച് പവർ കുറവുണ്ട്. പക്ഷെ അത് ഒരു 0.25 ഒക്കെ ഉള്ളതെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടാൽ മതി. പയ്യെ ചിലപ്പോൾ ശരിയാവാതിരിക്കാം. 1 2 3 കൺഫ്യൂഷൻ. വീഡിയോ ഒക്കെ എടുത്തിട്ട് കണ്ണാടി വെച്ചിട്ട് നിങ്ങൾ പറയാതാണ് നല്ലത്. കമന്റ് ഓൺ ബിലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. കുറേ ചെയ്യുമ്പോഴത്തേക്ക് 2 കമന്റ് ആണ് എന്റെ ജോൺസിന്റെ. അവിടെ മറ്റേതിന് എടുത്താൽ മതി. ഈ സാധനം ഓക്കെ, ഇത് കൺഫേം.
ഓക്കെ അല്ലേ? ബ്ലാക്ക് ആണ് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാരും പറഞ്ഞു ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പിന്നെ ബ്ലൂ ഇതും ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് മറ്റോ നമ്മുടെ ഒരു സ്വഭാവം സാഹചര്യം ഒക്കെ വെച്ചിട്ട് ബ്ലൂ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും better. അങ്ങനെ കാര്യങ്ങൾക്കൊരു തീരുമാനമായി. അങ്ങനെ ഈ 2 സാധനം, ഒരെണ്ണം നീല കളറും ഒരെണ്ണം കറുത്ത കളറും. ഈ സാധനം ഇനി പുറത്തേക്ക് വരുമ്പോഴത്തേന് എങ്ങനെ ഇരിക്കും? എടുത്ത് ഞാൻ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവളാ? അതാണ് നീല നല്ല കത്തിയാണ്. നീല എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. ജോൺസൺ എങ്ങനെയുണ്ടാ? അങ്ങനെ ഒരെണ്ണം ജോൺസൺ വന്നപ്പോൾ സെലക്ട് ചെയ്തു, ഒരെണ്ണം ജോയിലെ സെലക്ട് ചെയ്തു. എത്ര രൂപ പൊട്ടി? 6240. വിഷയമുള്ളതായിട്ടാണോ? കണ്ടടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 19,000 രൂപ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. സങ്കടം ഉണ്ടോടാ? സങ്കടം ഉണ്ടോടാ? നിന്റെ കണ്ണുനീര് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്നോട് തന്നെ ഇരിക്കുന്ന സങ്കടം തീർച്ചയായിട്ടും. ഐഫോൺ ഇപ്പൊ വന്നു ചപ്രിവാലേ 15, 13, വീണ്ടും അതിന്റെ അവസ്ഥ ഉണ്ടോ? വീണ്ടും 15. അപ്പൊ അങ്ങനെ സാധനമൊക്കെ എത്തി. മഴക്കുളത്തേക്ക് അപ്പൊ അങ്ങനെ ഫുഡിന്റെയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം പയ്യെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് കുറെ അധികം പരിപാടികളുണ്ട്. അയ്യോ ഉണ്ടായിട്ടാണ് രാവിലെ 8 മണിക്ക് ഇറങ്ങി. ഇപ്പൊ സമയം 4:45 ഇപ്പൊ വരെ വെറുതെ തെണ്ടി തിരിഞ്ഞിട്ട് അങ്ങോട്ട്